പാലക്കാട്ട് തീർച്ചയായിട്ടും വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പല ബൂത്തിലും വലിയ ക്യൂ ഇപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ച് വനിതകളുടെ ക്യൂ പല ബൂത്തിലും കാണാനുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇത്രയധികം ത്രികോണ മത്സരത്തിൻ്റെ കടുപ്പം അനുഭവപ്പെടുന്ന ഒരു മണ്ഡലം ഈ അടുത്ത കാലത്തൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഈ ഉപതെരഞ്ഞെടുപ്പിൽ വളരെ വാശിയേറിയൊരു പോരാട്ടമാണ് നടന്നത്. വലിയ പ്രചാരണ പരിപാടികൾ നടന്നു, വലിയ വിവാദങ്ങളുണ്ടായി, ട്വിസ്റ്റുകളുണ്ടായി, സർപ്രൈസുകൾ വന്നു. അപ്പോൾ പാലക്കാട് ഉള്ള കാലാവസ്ഥാ ചൂടിനേക്കാളും വലിയ രാഷ്ട്രീയ ചൂട് ഉയർന്നു. ഇപ്പോൾ നമുക്കൊപ്പം വിജയകുമാർ കൂടി ചേരുകയാണ്. വിജയകുമാർ ഇപ്പോൾ ഏത് ബൂത്തിലാണുള്ളത്? പൊതുവേ ഈ പാലക്കാടിൻ്റെ ഒരു അന്തരീക്ഷം ഇപ്പോൾ എങ്ങനെയാണ്? വോട്ടെടുപ്പ് വലിയ കാര്യമായ രീതിയിൽ പുരോഗമിക്കുകയാണോ? ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ വോട്ടെടുപ്പ് വളരെ വളരെ സ്ലോ ആണ് എന്ന് വാർത്തകൾ കൂടി വരുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഞാൻ നിൽക്കുന്നത് ഈ നഗരസഭാ പരിധിയിലുള്ള ഈ അക്കര LP സ്കൂളിലാണ്. ഈ LP സ്കൂളിൽ 2 ബൂത്താണുള്ളത്. ആ 2 ബൂത്തിൽ ഒരു ബൂത്തിൽ നീണ്ട നിരയാണ്. അത് കുറേ സമയമായി ആ ബൂത്തിൽ വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമാണ്. മറ്റൊരു ബൂത്തിൽ അത്രയും തിരക്കില്ല, ആളുകൾ ഇങ്ങനെ വന്നും പോയും നിൽക്കുന്നു എന്ന് വേണം പറയാൻ. ഇവിടെ കുറേ ആളുകൾ രണ്ട് ക്യൂ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള പ്രത്യേക ക്യൂ ആണ്. 2 ക്യൂവിലും നിറയെ ആൾക്കാരുണ്ട്. അത് കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ഈ വോട്ടെടുപ്പ് കുറച്ച് സാവധാനത്തിലാകുന്നതാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ എന്തായാലും ഞാനിവിടെ വന്നിട്ട് ഇപ്പോഴാണ് 1 മണിക്കൂർ കഴിയുന്നു. ഈ സമയം അത്രയും ഈ ബൂത്തിൽ നല്ല തിരക്കുണ്ട്. ആളുകൾ കൂടുതലായി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ്. അപ്പോൾ വോട്ടെടുപ്പ് സ്ലോ ആണെങ്കിലും ആളുകൾ ക്യൂവിലേക്ക് എത്തുന്നുണ്ട്, പുതുതായി ആളുകൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ടത്. അപ്പോൾ പാലക്കാട്ടെ സമ്മതിദായകർ നന്നായി ഈ വോട്ടെടുപ്പ്, ഈ ജനാധിപത്യ പ്രക്രിയയോട് പ്രതികരിക്കുന്നുണ്ട്. അതാണ് ഈ ദൃശ്യങ്ങളാകെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ 93, 94 2 ബൂത്തുകളാണ് ഇവിടെ ഉള്ളത്. 2 ബൂത്തിലും നല്ല തിരക്കുണ്ട്. നമ്മൾ നേരത്തെ വരുമ്പോൾ ഈ 93-ാം നമ്പർ ബൂത്തിലെ ക്യൂ സ്കൂളിന് പുറത്തേക്കൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ തിരക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെയും ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇത്തവണത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, അതുപോലെ തന്നെ ഈ പറയുന്ന പോളിംഗ് ഏജന്റുമാരൊക്കെ വലിയ ജാഗ്രതയിൽ തന്നെയാണ്. ഇരട്ട വോട്ട് വിവാദം ഉൾപ്പെടെ വലിയ ചർച്ചയായിരുന്നു. അപ്പോൾ അത്തരം വോട്ടുകൾ വന്നാൽ അത് ചലഞ്ച് ചെയ്യുക, അപ്പോൾ സത്യവാങ്മൂലം ഉണ്ടെങ്കിൽ മാത്രമേ അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കൂ, അത്തരം ആവശ്യങ്ങളൊക്കെ ആയിട്ട് ഈ പോളിംഗ് ഏജന്റുമാരൊക്കെ വളരെ സജീവമാണ്. അപ്പോൾ അതുകൊണ്ടൊരു ജാഗ്രത അവരുടെ ഭാഗത്തു നിന്നുമുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ കുറച്ച് കാലതാമസം ഈ പറയുന്ന വോട്ട് രേഖപ്പെടുത്തുന്നതിന് ഉണ്ടായേക്കാമെന്ന് തോന്നുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല. ആൾ കുറെ സമയമായോ ക്യൂ നിൽക്കാത്തോട്ട്? ക്യൂ നീങ്ങുന്നില്ലേ? എന്താണാവോ? എല്ലാവരും രാവിലത്തെ പണി നിരക്കൊക്കെ കഴിഞ്ഞിട്ട് വന്ന് എത്ര സമയമായി നിൽക്കാത്ത? ഞാൻ ഇപ്പം 1.5 മണിക്കൂറേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു 1.5 മണിക്കൂർ കൂടി ഇനി വണ്ടി തോന്നുന്നുണ്ട്. സാധാരണ ഇങ്ങനെയാണോ രാവിലെ ഇവിടെ ഈ ബൂത്തിൽ വലിയ തിരക്കാണോ? 94 തിരക്കാണ്. നോർമൽ തിരക്കാണ് ആണല്ലേ? ക്യൂവിൽ നിൽക്കുക, കുറച്ച് സമയമായിട്ട് നിൽക്കുകയാണ് എല്ലാവരും അല്ലേ? നിൽക്കണം, വേറെ വഴിയില്ല. ജനാധിപത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രക്രിയയിൽ ക്യൂ നിന്നിട്ടും പങ്കെടുക്കാം അല്ലേ? നാച്ചുറലി. ഈ ബൂത്തില് ഇതാണ് നമ്മൾ നിൽക്കുന്ന ഈ അക്കര സ്കൂളിലെ 2 ബൂത്തിലുണ്ട്. 2 ബൂത്തിൽ ഒരു ബൂത്തിൽ ആണ് അസാധാരണമായ ഒരു ക്യൂ ഉള്ളത്. കാരണം അത് വളരെ സാവധാനമാണ്. ഇപ്പോൾ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും 2 ക്യൂ ആണുള്ളത്. ആ 2 ക്യൂവിലും നിറയെ ആളുകളുണ്ട്. അപ്പോൾ ഇത് ക്യൂ നീങ്ങാൻ ഉള്ള ബുദ്ധിമുട്ടല്ല. എനിക്ക് തോന്നുന്നു ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ആ മെയിൻ റോഡിൽ നിന്ന് ഗേറ്റ് കടന്ന് പുതിയ വോട്ടേഴ്സ് ഇവിടേക്ക് ഈ ക്യൂവിൽ നിൽക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത് ഈ നഗരസഭാ പരിധിയിൽ പല ബൂത്തുകളിലും ഇതിന് സമാനമായ കാഴ്ചയാണുള്ളത്. ഇപ്പോൾ മുതിർന്ന വോട്ടേഴ്സ് ഒക്കെ ധാരാളം രാവിലെ വരുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വെയിൽ കുറച്ച് ശക്തമായപ്പോൾ അവരൊക്കെ അവരുടെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിട്ടുണ്ട്. അവർക്ക് വന്നാലും പെട്ടെന്ന് വോട്ട് ചെയ്ത് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. വീട്ടിൽ വോട്ട് എന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ടെങ്കിലും പലരും അത് ഉപയോഗിച്ചിട്ടില്ല. ബൂത്തിൽ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടിരിക്കുകയാണോ? വോട്ട് ചെയ്തോ? ക്യൂ ആയതുകൊണ്ട് നിൽക്കുക. സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് ഉണ്ടോ? അല്ല, അങ്ങനെ വീട്ടിൽ വോട്ട് രേഖപ്പെടുത്താൻ ഒരു സൗകര്യം ഉണ്ടായിരുന്നല്ലോ. എന്തോ അറിഞ്ഞൂടാ. അത് ഇവിടെ പോലീസുകാർ ആരും ഇല്ലാന്ന്. നേരത്തെ ഞാൻ അപേക്ഷയൊക്കെ കൊടുക്കണോ? സാരമില്ല, പറഞ്ഞിട്ട് ചെയ്യാൻ ഇനി അല്ലേ? അപ്പൊ അവര് അവിടെ ക്യൂവിൽ സീറ്റ് പിടിച്ചിട്ടുണ്ടല്ലേ? അതെ, കുറച്ചു നേരമായി 2 പേരും ഇവിടെ ഇരിക്കുക അല്ലേ? കുറച്ചു നേരമായി. അപ്പോൾ ഇത് നമ്മളെന്തായാലും ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട്. ക്ഷീണമുള്ളവർ ബെഞ്ചിട്ടിട്ട് ഇരിക്കുന്നു. അവരുടെ ക്യൂവിൽ അവർക്ക് ആളുണ്ട്. അപ്പോൾ അവർ ആ ഊഴം എത്തുമ്പോഴേക്കും അവിടെ ഒന്ന് പോയി വോട്ട് രേഖപ്പെടുത്തും. അതിലേറ്റവും സന്തോഷവും ഏറ്റവും അഭിമാനവും തോന്നുന്നത് ക്യൂ നിന്നിട്ടൊക്കെ ആണെങ്കിലും ഈ സംവിധാനത്തോട്, ഈ ജനാധിപത്യ പ്രക്രിയയോട് ഇവിടുത്തെ സമ്മതിദായകർ
100% ആത്മാർത്ഥതയോടെ പ്രതികരിക്കുന്നു, അവർ വോട്ട് രേഖപ്പെടുത്തുന്നു എന്നത് തന്നെ വലിയ കാഴ്ചയാണ്. അപ്പോൾ ഏറ്റവും സന്തോഷമുള്ള കാഴ്ചയും അതുതന്നെയാണ്. നമ്മളിപ്പോൾ വോട്ടെടുപ്പ് തുടങ്ങി 7 മണിക്ക് തുടങ്ങിയതാണ്. 4 മണിക്കൂർ പിന്നിടുമ്പോൾ ഏതാണ്ട് ഒരു 25% മുകളിലേക്ക് പാലക്കാട്ട് പോളിംഗ് നിരക്ക് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ പോളിംഗ് ഉയരുന്നതിൻ്റെ ഉയരുമോ, അത് 75 ക്രോസ് ചെയ്ത് 80-ലേക്കൊക്കെ എത്തുമോ എന്ന് വളരെ ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു 100 ബൂത്ത് അവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പാലക്കാട്ട്. ആ 100 ബൂത്തുകളിൽ എന്ത് സംഭവിക്കുന്നു എന്നത് ഇതിൻ്റെ റിസൾട്ടിനെയൊക്കെ സ്വാധീനിക്കുന്ന ഘടകം തന്നെയാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ പാലക്കാട്ടെ റിസൾട്ട് ഇന്ന് വോട്ടെടുപ്പ് കഴിഞ്ഞാൽ ഈ ബൂത്ത് ലെവൽ കണക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിൽ കിട്ടുമ്പോൾ അവർക്ക് കുറെ കൂടി ആത്മവിശ്വാസത്തോടെ അത് വിലയിരുത്താൻ കഴിയുന്ന സാഹചര്യവും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ 100 ബൂത്ത് അതുപോലെ ഈ നമ്മൾ പറയുന്ന 100 നഗരസഭ മാത്രമല്ല, നഗരസഭയും അതുപോലെ തന്നെ പിരായിരി പഞ്ചായത്ത്, കണ്ണാടി, മാത്തൂർ, ഈ 3 പഞ്ചായത്തും കൂടെ ചേർത്തിട്ടുള്ള പഞ്ചായത്തുകളിൽ നിന്നും നഗരസഭയിൽ നിന്നും ഒക്കെയുള്ള ഒരു 100 ബൂത്ത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ ബൂത്തിലെ എന്ത് നീക്കങ്ങളാണ്, എന്ത് ചലനമാണ് സംഭവിക്കുന്നത്, അവിടെ പോളിംഗ് കൂടുന്നുണ്ടോ, കുറയുന്നുണ്ടോ, അതോ കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ സ്റ്റേബിൾ ആണോ, അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് വിലയിരുത്തലാണ് ഏറ്റവും വിജയകുമാറാണ് യാക്കര ഗവൺമെന്റ് യു പി സ്കൂളിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത്.